എൻ്റെ പേര് റിയ, ഇതെൻ്റെ ഹസ്ബൻഡ് സന്തേഷ്. ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഇതെനക്ക് ഞാൻ ആദ്യമായിട്ട് ഇതെനക്ക് ഉടമ്പടി എടുക്കുന്നത് ഈ വർഷം മാർച്ചിലായിരുന്നു. 23-നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം മുതൽ ഇതെനക്ക് പുറത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ എനിക്കൊന്നും നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഈ വർഷം ഇതെനക്ക് ഉടമ്പടി എടുക്കുകയും ആദ്യമൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഒന്നും തന്നെ നടക്കുന്നില്ല. എക്സാം എല്ലാം എഴുതുന്നുണ്ട്, ഒന്നും പാസ്സാവുന്നില്ല. എല്ലാം 5 മാർക്കിനും 10 മാർക്കിനും ഒക്കെയാണ് എനിക്ക് സ്കോർ കുറയുകയും എനിക്കത് അഡ്മിഷൻ കിട്ടാതെ വരികയും, അഡ്മിഷൻ എല്ലായിടത്തും കിട്ടുന്നുണ്ട് പക്ഷേ മാർക്കിൻ്റെ ഇതിൽ എനിക്ക് അത് പൂർണ്ണമാവാതെ ആവുകയും ചെയ്തു. അങ്ങനെയാണ് ഞാനിവിടെ ആദ്യത്തെ ഉടമ്പടി എടുത്തെങ്കിലും എനിക്ക് തടസ്സങ്ങളായിരുന്നു ഒരുപാട്. രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വരികയും ഞാനിവിടെ ഒരു ചേച്ചിയെ പരിചയപ്പെടുകയും, എനിക്ക് ഇതെനക്ക് ജപമാല ചൊല്ലാനൊന്നും അറിയത്തില്ല. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ജപമാല ചൊല്ലുന്ന കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ ആ ചേച്ചിയെടുത്ത് ഈ ജപമാലയുടെ കാര്യങ്ങൾ ചോദിക്കുകയും ആ ചേച്ചി എനിക്ക് വ്യക്തമായിട്ട് അതെങ്ങനെയാണ് ചൊല്ലേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളും കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള ബുക്കും അതെല്ലാം കാണിച്ചു തരികയും ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അന്ന് തൊട്ട് ഞാൻ അങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് കുടുംബ പ്രാർത്ഥനയായിട്ടും ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇതെനക്ക് പിന്നെയും എക്സാം എഴുതി, എക്സാമിനൊന്നും മാർക്ക് കിട്ടുന്നില്ല. 5 മാർക്കിനും ഒക്കെയാണ് എനിക്ക് സ്കോർ നഷ്ടമാവുന്നത്. അങ്ങനെ എനിക്ക് ഇതെനക്ക് അയർലൻഡിൽ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതെനക്ക് അഡ്മിഷൻ വരികയും അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഒരു സ്കോറുണ്ട്, അതെനിക്ക് കിട്ടുന്നതേ ഇല്ലായിരുന്നു. അവസാനം വരെയും കിട്ടുന്നതില്ലായിരുന്നു. അങ്ങനെ വീട്ടുകാർ പറഞ്ഞു ഇനിയിപ്പോൾ എഴുതണ്ട, വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. അങ്ങനെ എനിക്ക് പക്ഷേ മാതാവിനോട് വിശ്വാസം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് മെയിൽ അയച്ചു, എനിക്ക് ഇത്രയും സ്കോറേ കിട്ടുന്നുള്ളൂ, ഇനിയും എനിക്ക് ഈ സ്കോർ മതിയാവുമെന്ന് യൂണിവേഴ്സിറ്റി ചോദിക്കുകയും എനിക്ക് അന്ന് വൈകിട്ട് തന്നെ അന്ന് ഇങ്ങനെ കാശരൂപം മുറുക്കി പിടിച്ചാണ് ഈ മെയിൽ അയക്കുന്നത്. അങ്ങനെ എനിക്ക് ആ വൈകിട്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറുപടിയായിട്ട് എൻ്റെ സ്കോർ അത് മതിയെന്ന് പറയും, എനിക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വരികയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെയും വിസയ്ക്ക് വെക്കാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ, എൻ്റെ പഴയ പാസ്പോർട്ട് കളഞ്ഞുപോയി. അങ്ങനെ ഓരോരോ തടസ്സങ്ങൾ വന്ന് പിന്നെയും ഞാൻ സങ്കടത്തിലാവും. അങ്ങനെ എല്ലാം സോൾവ് ചെയ്ത് ഞാൻ അവസാനം വിസയ്ക്ക് ഇതെനക്ക് ഇവിടുന്ന് എറണാകുളത്ത് പോയാണ് വിസയ്ക്ക് വെച്ചത്. അന്ന് ഞാൻ ഇവിടുന്ന് പത്രവും ഇതെനക്ക് ഉപ്പുമായിട്ടാണ് പോയത്. പത്രം ഞാൻ ഇതെനക്ക് റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ എൻ്റെ അടുത്തിരിക്കുന്നവർക്കും എല്ലാം കൊടുക്കുകയും ഈ ഉപ്പ് ഞാൻ ആ വിസ ഓഫീസിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഈ വിസ കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയിൽ ഞാനത് ഇടുകയും ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിൽ വരികയും പിന്നെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതെനക്ക് വിസ എനിക്ക് ഈ ഓഗസ്റ്റ് 18-നുള്ളിൽ വരണേന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് ഓഗസ്റ്റ് 16-ന് വിസ വരികയും എനിക്കിപ്പം ഞാൻ 1-ാം തീയതി അയർലൻഡിലേക്ക് പോവുകയും ചെയ്യാം. അത് പക്ഷേ ദൈവമാതാവ് എനിക്ക് തന്ന ഒരു നല്ലൊരു അനുഗ്രഹമായിരുന്നു അത്. അങ്ങനെ എനിക്ക് ആ ഒരു ആഗ്രഹം നടത്തി തരികയും ചെയ്തു. പിന്നെ എനിക്ക് ഇതെനക്ക് പ്രസവ സംബന്ധമായിട്ട് ഒരു നടുവേദന ഉണ്ടായിരുന്നു, അത് മാറുന്നതേ ഇല്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം എന്നും വൈകിട്ട് പ്രാർത്ഥിച്ച് നടുവിൽ പുരട്ടുകയും ആ നടുവേദന എനിക്ക് പൂർണ്ണമായിട്ട് മാറുകയും അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും ഇതേപോലെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. അമ്മയ്ക്കും ഞാൻ ഇതെനക്ക് എണ്ണ പുരട്ടാൻ കൊടുക്കുകയും ഉപ്പ് കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു. അമ്മയ്ക്കും പൂർണ്ണ സൗഖ്യമായി. അങ്ങനെ പിന്നെ ഞാൻ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതെനക്ക് വഴിയിലൊക്കെ ഇരിക്കുന്നവർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുകയും ഇതെനക്ക് പത്രങ്ങൾ പ്രാർത്ഥിച്ച് ഓരോ വ്യക്തികൾക്ക് കൊടുക്കുകയും ചെയ്യുകയാണ് മെയിനായിട്ടും ചെയ്തിരുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാൻ 1-ാം തീയതി പോകുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനാണ് ഞാൻ ഇന്ന് ഓടി എത്തിയത് തന്നെ. ഇവിടെ സാക്ഷ്യം പറയണം, അതാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വരാനുള്ള കാര്യം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ ഒരു കുടുംബം ഈ അൾത്താരയിൽ നിന്ന് പുറത്തേക്ക് പോകുവാനുള്ള, വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. അത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ഫലമാണെന്നുള്ളൊരു ബോധ്യത്തിലും വിശ്വാസത്തിലുമാണ് ഈ കുടുംബം ഈ സാക്ഷ്യം പറയുന്നത്.
ഏറെ പ്രധാനപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള കുടുംബങ്ങൾ, പുതിയ കുടുംബങ്ങൾ ഈ അൾത്താരയിൽ ഒരുപാട് അമ്മ ഒരുപാട് സഹായിക്കുന്നു എന്നുള്ളതാണ്. കാരണം എപ്പോഴും എല്ലാ പ്രായഭേദമന്യേയും ഒരുപക്ഷെ ജാതി മതഭേദമന്യേ അൾത്താരയിൽ അമ്മ ആളുകളെ കൊണ്ടുവരുന്നതും അവരിലൂടെ ഒരുപാട് പേരെ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. കാരണം ഇവിടെ പലരും സാക്ഷ്യം പറയാൻ വരുന്നതിൻ്റെ പിന്നിൽ അവർ ഒന്നെങ്കിൽ കണ്ടതോ കേട്ടതോ അല്ലെങ്കിൽ വായിച്ചറിഞ്ഞതോ ആയിട്ടുള്ള പലരുടെ അനുഭവങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളവരുടെ വ്യക്തി അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ഇവിടുത്തതിനെക്കുറിച്ച് നിങ്ങൾ കേട്ട അനുഭവങ്ങളാണ്. അപ്പം അത്രത്തോളം ജീവിതത്തിന് എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ഒരു ദൈവസ്നേഹത്തിലേക്ക് ഒരുപാട് പേരെ ക്ഷണിക്കാനുള്ളൊരു ശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് കർത്താവ് പോലും പറയാം, നിങ്ങൾ ശിഷ്യന്മാരാണെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹം കണ്ടിട്ടാണ്. പരസ്പരമുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹവും പെരുമാറ്റവും നിങ്ങളുടെ ജീവിത രീതിയും കണ്ടിട്ട് വേണം നിങ്ങൾ എൻ്റെ ശിഷ്യരെന്നപ്പം അങ്ങനൊരു ജീവിതം ജീവിക്കുകയും അങ്ങനെ ഒരു ജീവിതത്തിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമ്പം ഉറപ്പായിട്ടും ആത്മാവിൽ ഒരു ആഗ്രഹമുള്ളവരും ദൈവസ്നേഹമുള്ളവരും സ്വാഭാവികം. അതുകൊണ്ടാണ് ചിലർ ഉടമ്പടി പത്രം കിട്ടുമ്പോൾ തന്നെ എനിക്ക് ഷോക്കടിച്ചു, അല്ലെങ്കിൽ ഉടമ്പടി പത്രം കിട്ടുമ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാതെ ഇങ്ങോട്ട് വരണമെന്നൊക്കെ തോന്നിയതൊക്കെ സാക്ഷ്യം പറയുന്നതിന് പിന്നിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ദൈവസ്നേഹത്തിന് വേണ്ടിയുള്ളൊരു കൊതിയും ഒരു ആഗ്രഹമുണ്ട്. അത് ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം വലിയൊരു അനുഭവമായിട്ടത് മാറുമെന്നുള്ളൊരു വലിയൊരു പ്രത്യാശ ഓരോ സാക്ഷ്യം നൽകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവർ ഈ അൾത്താരയിൽ ദൈവം വരാനായിട്ട് ഇടവരുത്തുന്നു. അത് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകുമ്പോഴാണല്ലോ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയുന്നത്. അതിന് വ്യക്തമായിട്ട് ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഈ മകൾ തുടക്കത്തിൽ അത്ര കണ്ട് ഒരു സുഖകരമായിട്ടുള്ളൊരു യാത്രയല്ലായിരുന്നു എന്നുള്ളത് ഈ മകൾ പറയുന്നുണ്ട്. അത് കാര്യങ്ങളൊന്നും അങ്ങനെ ആഗ്രഹിച്ചതുപോലെ നടന്നിരുന്നില്ല. അതിനുശേഷം കുറച്ചും കൂടെ വ്യക്തമായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പം മാതാവ് ഇടപെട്ടു എന്നുള്ളതാണ്. അതിന് ഈ മകളെ സഹായിച്ചത് ഒന്ന് ജപമാല എന്നാണ് പറയുന്നത്. അത് ഈ ഓരോ സാക്ഷ്യത്തിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവർക്കൊരു അഭിഷേകം കിട്ടണത്, അല്ലെങ്കിൽ ഒരു പിടിവള്ളി കിട്ടണത്. ഇപ്പോൾ ഈ മകൾ ഇപ്പോൾ നേരത്തെ വിശ്വാസ പ്രമാണമെന്ന് കഴിഞ്ഞ 2 സാക്ഷ്യങ്ങളും അവർ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ വിശ്വാസം പിടിച്ചു നിർത്തുന്നതും വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതും ഒരു പക്ഷേ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിച്ച് അനുഭവിച്ച് വരുന്നവർക്ക് എപ്പോഴും വലിയ അനുഭവമായിട്ട് മാറുന്നത് ഈ ജപമാലയാണ്. അതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഏതോ അന്നിവിടെ വന്ന ഒരാൾ പഠിപ്പിച്ചു എന്നുള്ളതും അതിപ്പോൾ ദൈനംദിനമായിട്ട് ആ പ്രാർത്ഥനയിൽ അപ്പം ഇതുപോലെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ച പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളായിരിക്കുന്ന ആലയത്തിലും നമ്മളൊരു അഖണ്ഡ ജപമാല റാലിക്ക് വേണ്ടി ഒരുങ്ങുകയും കൂടി ചെയ്യുന്നൊരു സമയം. ഇവിടെ വർഷങ്ങളോളം ചൊല്ലിയ ജപമാലയുടെയും കൂടി ഫലമാണ് പരിശുദ്ധാമ്മയുടെ പ്രത്യക്ഷീകരണം വന്നത്. അപ്പം നമുക്ക് ഈ ജപമാല എന്ന പ്രാർത്ഥന അമ്മ മാതാവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, ഉടമ്പടിയിലുള്ളവർക്ക് എപ്പോഴും ഒരു ശക്തിയാണെന്നുള്ളൊരു ബോധ്യം ഈ സാക്ഷ്യത്തിലുണ്ട്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.